സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടത്തിയ നാട്ടുകൊള്ള പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസാണ്. ആദ്യം പുറത്തുവിട്ടത് 1998 സ്വർണം പൂശിയ മാതൃഭൂമി പത്രം. പിന്നീട് മല്യ ചുമതലപ്പെടുത്തിയ സെന്തിൽനാഥിന്റെ വെളിപ്പെടുത്തൽ ലോകം കണ്ടതും മാതൃഭൂമി ന്യൂസിലൂടെയാണ്. ചീഫ് എഞ്ചിനീയർ രവികുമാറും പറയുന്നു സ്വർണം പൂശിയിട്ടുണ്ട് എന്ന്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ബാക്ക് ടു ബാക്ക് എക്സ്ക്ലൂസീവുകളാണ്. ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എവിടെയാണ് കുഴപ്പം വന്നിട്ടുള്ളത്? അത് വളരെ കൃത്യമായി കേരളത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് മാതൃഭൂമി ന്യൂസാണ്. ഏറ്റവും ഒടുവിലായി രവികുമാറിന്റെയും അതുപോലെ തന്നെ സെന്തിൽനാഥിന്റെയും വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു സമഗ്ര ചിത്രം പ്രേക്ഷകരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അവതരിപ്പിക്കാം പ്രശാന്തിന്. അഭിലാഷേ, ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് 2019 ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു. ജൂലൈ 5-ന് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ. അപ്പോൾ സ്വർണം പൂശാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിനൊരു ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിൽ പറയുകയാണ് ഇത് ദ്വാരപാലക ശില്പങ്ങളുടെ പാളി ചെമ്പ് പാളിയാണെന്ന്. അങ്ങനെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി എങ്ങനെ ചെമ്പുപാളിയാകും? കാരണം 1998 വിജയമല്യ ശബരിമല ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും അനുബന്ധ ഭാഗങ്ങളും സ്വർണം പൂശാൻ തീരുമാനിക്കുകയും അങ്ങനെ സ്വർണം പൂശി സമർപ്പിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഈ 2019 ചെമ്പുപാളി സ്വർണം ചെമ്പുപാളി ആക്കിയ ഈ ഉത്തരവിൻ്റെ പിൻപറ്റിയാണ് നമ്മൾ 98 രേഖകൾ പരിശോധിക്കുന്നത്, മാതൃഭൂമി ദിനപത്രം പരിശോധിക്കുന്നത്. അന്നത്തെ മാതൃഭൂമി ദിനപത്രം പരിശോധിക്കുമ്പോൾ അന്നത്തെ പഴയ സ്വർണം പൊതിയുകയാണ് വിജയമല്യ ചെയ്തത്. 30.3 കിലോഗ്രാം സ്വർണം പൊതിഞ്ഞതിൻ്റെ ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാർത്ത. ആ വാർത്തയിൽ പറയുന്നത് എന്താണ്? ശ്രീകോവിലിൻ്റെ മേൽക്കൂര 4 നാഗരൂപങ്ങൾ ഉൾപ്പെടെ സീലിംഗ്, ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ, 2 ആർച്ചുകൾ, കാണിക്കവഞ്ചി, ശ്രീകോവിലിൽ 3 കലശങ്ങൾ, ഉപക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളായ കന്നിമൂല ഗണപതിയുടെയും നാഗരാജാവിൻ്റെയും 2 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 2 ദ്വാരപാലകന്മാർ, ശ്രീകോവിലിലെ 3 കർണകൂടങ്ങളും തൂണുകളും, ശ്രീകോവിലിൻ്റെ മുഖ്യ കവാടം. അപ്പോൾ ഇത് അന്നത്തെ 98 മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്തയാണ്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടു, വാർത്ത പുറത്തുവിട്ടു. അതിലൂടെ തന്നെ 2019 1998 മല്യ സ്വർണം പൊതിഞ്ഞ ശബരിമലയിലെ വസ്തുവകകൾ, പ്രത്യേകിച്ചും ദ്വാരപാലക ശില്പം, അത് ചെമ്പാക്കി മാറ്റുകയാണ് 2019 ഈ ഉത്തരവിലൂടെ. മാത്രമല്ല അത് ചെമ്പാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എവിടെ പോയി എന്ന മഹസർ നമ്മൾ കണ്ടെത്തുന്നു. ആ മഹസറിൽ 40 ദിവസക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമാണ് ഈ ചെമ്പ് പാളി, അതായത് ദ്വാരപാലക ശില്പത്തിൻ്റെ ചെമ്പുപാളി എന്ന് കണ്ടെത്തുന്നു. അങ്ങനെയാണ് മഹസറിലും എഴുതിക്കുന്നത്. മഹസറിലും ഇത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറുന്നത് 2019 ജൂലൈ മാസം 19, 20 തീയതികളിലാണ്. അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് 2019 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് സ്വർണം പൂശുന്നതിനായി ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തുന്നത്. അപ്പോൾ അവിടെ കാണുന്നത്, അവിടുത്തെ തിരുവാഭരണം കമ്മീഷണർ അടക്കം കാണുന്നത് എന്താണ്? ഇത് പ്യുവർ ചെമ്പുപാളിയാണ് കാണുന്നത്. അപ്പോൾ ഒരു വലിയ അട്ടിമറി നടന്നിരിക്കുന്നു. ഈ 40 ദിവസക്കാലം എവിടെയായിരുന്നു വിജയമല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ, ഇതിലെ പാളി എന്ന കാര്യം ഒരു സംശയമായി വരുന്നു. അത് പുറം ലോകത്തേക്ക് അറിയുന്നു. ഒരു വലിയ സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടന്നതിൻ്റെ ചരിത്രമാണ് ഇതിലൂടെ പുറത്തേക്ക് വന്നത്. അതെല്ലാം ശരിവയ്ക്കുകയാണ് ഇന്നിപ്പോൾ 98 കാലത്ത് ദേവസ്വം ബോർഡ് നിയോഗിച്ച ഈ രവികുമാർ എന്ന ചീഫ് എഞ്ചിനീയർ. അദ്ദേഹം പറയുന്നത് എന്താണ്? അന്ന് 30.3 കിലോ സ്വർണം പൂശിയെന്നും മാത്രമല്ല ഈ ദ്വാരപാലക ശില്പം അടക്കം ഏതെല്ലാം ശബരിമലയിലെ ഉരുപ്പടികളാണ് അന്ന് വിജയമല്യ സ്വർണം പൂശിയതെന്നടക്കമുള്ള കാര്യം അദ്ദേഹം തൊട്ടു മുമ്പ് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ അഭിമുഖത്തിൽ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശരിവയ്ക്കുന്നത് കൂടിയാണ് വിജയമല്യ അന്ന് ചുമതലപ്പെടുത്തിയ ഈ സ്വർണം പൊതിയൽ പ്രവർത്തികൾക്ക് ചുമതലപ്പെടുത്തിയ സെന്തിൽനാഥിൻ്റെ ഈ വെളിപ്പെടുത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇതിൽ വളരെ വ്യക്തമാകുന്നു. അയ്യപ്പ ഭക്തർക്ക്, പ്രേക്ഷകർക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: 98 വിജയമല്യ ദ്വാരപാലക ശില്പം അടക്കം സ്വർണം പൊതിഞ്ഞിരുന്നു. 2019 ആയപ്പോൾ അന്ന് സ്വർണം പൊതിഞ്ഞത് അത് ചെമ്പുപാളിയായി മാറി, സ്വർണം ചെമ്പായി. സ്വർണം ചെമ്പാക്കിയത് ആര്? അത് ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കിയത് ചെമ്പാക്കാൻ വേണ്ടി ഉത്തരവിറക്കി കവർച്ചക്കാർക്ക് കൂട്ടുനിൽക്കുകയും കവർച്ച ചെയ്യുകയും ചെയ്തതാണോ, അതോ 2019 മുൻപ് അത് ചെയ്തതാണോ എന്നടക്കമെല്ലാം ഇനി അന്വേഷണത്തിലൂടെ, വലിയൊരു അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ്. അതിലൊരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ രവികുമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിൽ ഒന്നും തന്നെ 1998 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ പിന്നീട് അഴിച്ചു കൊണ്ടുപോയതായി തനിക്ക് അറിവില്ല എന്നതാണ്. അപ്പോൾ 2019 ഈ വലിയ അട്ടിമറി നടന്നിട്ടുള്ളത് എന്ന് വേണം അനുമാനിക്കാൻ. അതല്ല അതിനു മുൻപാണെങ്കിൽ അത് വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു പോലീസ് തരത്തിലുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യവുമാണ്.
യെസ്, പ്രശാന്ത് വളരെ സമഗ്രമായി തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തായാലും ശബരിമലയിലെ ആ സ്വർണം എവിടെ പോയി, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതുവരെ ഈ അന്വേഷണം തുടരും.